അസ്സലാമു അലൈക്കും. ഓം ശാന്തി ഓം. ആകാശത്തിരിക്കുന്ന കർത്താവിന് സ്തുതി. എന്റെ കയ്യിലിരിക്കുന്ന MLA സ്ഥാനം പോയി ഗൈസ്. ഇതാണ് ഇപ്പോ നമ്മുടെ PV അൻവറിന്റെ അവസ്ഥ. PV അൻവറിനെ കൊണ്ട് അവസാനം സഖാക്കൾ രാജിവെപ്പിച്ചു. അതായത് LDF-നും അതുപോലെ തന്നെ സർക്കാരിനുമെതിരെ നിരവധി വ്യാജ പ്രചരണങ്ങൾ നടത്തി ഈ വർഗവഞ്ചകൻ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിനെതിരെ സഖാക്കളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയായിരുന്നു. ഏത് പോസ്റ്റിട്ടാലും എന്ത് പോസ്റ്റിട്ടാലും എന്ത് പ്രതികരണം നടത്തിയാലും ഉളുപ്പുണ്ടോ അൻവറെ, ഉളുപ്പുണ്ടെങ്കിൽ ആ MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടൂ എന്നായിരുന്നു സഖാക്കൾ ഇട്ടുകൊണ്ടിരുന്ന കമന്റുകൾ. പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന അൻവറിനെതിരെയുള്ള പ്രതികരണങ്ങളും അത്തരത്തിലായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും താൻ രാജിവെക്കില്ല എന്ന നിലപാട് തന്നെയാണ് PV അൻവർ സ്വീകരിച്ചത്. നമുക്കറിയാം, ഈ ഇടക്കാലത്താണ് ലോകസഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ആ നടന്ന സമയത്ത് PV അൻവറും തന്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഈ പറയുന്ന അൻവറിനെ പിന്തുണയ്ക്കുന്ന ചില അൻവർ അനുയായികളൊക്കെ വിചാരിച്ചിരുന്നു. പിന്നീട് അൻവർ തന്റെ MLA സ്ഥാനം രാജിവെക്കാതെ കിടന്ന് ഉരുണ്ടു മറയാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായത്. അൻവർ MLA സ്ഥാനം രാജിവെക്കില്ല. MLA സ്ഥാനം രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഭയമാണെന്ന് അത് അൻവറിനും അറിയാം. അതായത് സ്വന്തം MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തോറ്റു തുന്നം പാടുമെന്ന് അൻവറിന് അറിയാം. അപ്പൊ അൻവർ എങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാതിരിക്കാൻ ശ്രമം നടത്താൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അവസാനം സഖാക്കളുടെ അതിശക്തമായിട്ടുള്ള പോരാട്ടം വിജയവീതിയിൽ എത്തിയിരിക്കുന്നു. PV അൻവർ തന്റെ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അവസാന ഒരു ഘട്ടം ഒരു നീക്കം കൂടി PV അൻവർ നടത്തി കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്പീക്കറിനെ കാണും എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അൻവർ തള്ളു നടത്തുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ, അത്തരം മാധ്യമങ്ങൾ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്ന സാഹചര്യമുണ്ട്. എന്താണ് സഖാക്കളുടെ നിലപാട്, എന്താണ് പാർട്ടിയുടെ നിലപാട്, എന്താണ് പൊതുസമൂഹത്തിന്റെ നിലപാട് എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു. മാറ്റമൊന്നുമില്ല, സ്മൈലി റിയാക്ഷൻ ആണ് ഉയർന്നു വന്നത്. മാത്രവുമല്ല, രാജിവെച്ചാൽ വളരെ നല്ലത് എന്ന് പറയുന്നു. ചില ആളുകൾ ചോദിക്കുന്നു, ഇപ്പോ തൃണമൂൽ കോൺഗ്രസിലാണല്ലോ, ഇനി അടുത്തത് എങ്ങോട്ടാണ്, ഇനിയിപ്പോ നാളെ ഇനി പാർട്ടി മാറുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണ എന്ന് പലരും പറയുന്നു. ഓന്തുപോലും തോറ്റുപോകും അൻവറെ എന്ന് പറയുന്നു. അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന പല പ്രതികരണങ്ങളും എടുത്തു നോക്കിയാൽ സത്യത്തിൽ അൻവറെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരിയും അതുപോലെ തന്നെ ഒരു പുച്ഛവും ഒരേ രീതിയിൽ വന്നു പോവുകയാണ്. അത്രത്തോളം പ്രഹസനമായിരിക്കുന്നു താങ്കളെന്ന് താങ്കളുടെ പോസ്റ്റുകൾക്കടിയിൽ വന്നു വീഴുന്ന കമന്റുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ അൻവർ ഒരു കാര്യം തീരുമാനിച്ചു, രാജിവെക്കാം. രാജിവെച്ചിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ എന്തായാലും നേരിടേണ്ട, പയ്യെ എസ്കേപ്പ് ആവാം, മാളത്തിൽ കയറാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ PV അൻവർ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും UDF-ന്റെ സ്ഥാനാർത്ഥിയായി VS ജോയിയെ നിർത്തണമെന്നും ഒക്കെയാണ് PV അൻവർ പറയുന്നത്. PV അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി സഖാക്കളുടെ, അതായത് സഖാക്കൾ നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടത്തിന്റെ ചൂട് നല്ലതുപോലെ അറിഞ്ഞതാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 8 നിലയിൽ പൊട്ടിക്കുമെന്നും നന്നായി അൻവറിന് അറിയാം. അതുകൊണ്ട് അൻവർ തന്ത്രപരമായി ഒളിച്ചോടി, തന്ത്രപരമായി അൻവർ ഒളിച്ചു, തന്ത്രപരമായി സഖാക്കളുടെ മുമ്പിൽ നിന്ന് അൻവർ മാളത്തിൽ കയറി എന്ന് വേണം പറയാൻ. എന്നിട്ട് പറയാണ്, ഞാനിപ്പോ UDF-നെ പിന്തുണയ്ക്കുമെന്ന്. അൻവർ ആ മണ്ഡലം കുട്ടിച്ചോറാക്കിയെന്ന് ആർക്കാണ് അറിയാത്തത്? അൻവർ ആ മണ്ഡലത്തിൽ സത്യത്തിൽ ഒരു രീതിയിലുള്ള വികസനം കൊണ്ടുവന്നില്ല എന്നത് മാത്രമല്ല, ഏറ്റവും മോശം ഒരു MLA ആയിരുന്നു അൻവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. നിരന്തരം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന് ഈ സർക്കാരിനും തലവേദനയുണ്ടാക്കി നിരന്തരം പച്ചക്കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് PV അൻവർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആദ്യം ഒന്ന് പറയും, കുറച്ചു നേരം കഴിയുമ്പോൾ മാറ്റിപ്പറയും, അത് കഴിഞ്ഞാൽ വീണ്ടും മാറ്റിപ്പറയും. അങ്ങനെ മാറ്റിപ്പറഞ്ഞ് ഒരു അവസരവാദിയായ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഏതുമൊക്കെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വാപോയ കോടാലിയായിരുന്നു PV അൻവർ എന്ന് നമ്മൾ കണ്ടതാണ്, തിരിച്ചറിഞ്ഞതാണ്. PV അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി ഇതുവരെ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യത്തിലാണ് ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്? ഏത് കാര്യത്തിലാണ് തെളിവുകൾ ഉണ്ടായിട്ടുള്ളത്? മുഖ്യമന്ത്രിക്കെതിരെ, അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷിനെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, അങ്ങനെ എത്ര ആളുകൾക്കെതിരെയാണ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചത്? ഏത് ആരോപണത്തിലാണ് തെളിവുണ്ടായിട്ടുള്ളത്? അവസാനം പണി പാളിയെന്ന് കണ്ടപ്പോൾ വീണ്ടും അവിടെ കിടന്ന് ഉരുണ്ടു മറഞ്ഞു. നമ്മൾ കണ്ടതാണ്.
ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ശേഷം പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. തുടക്കം DMK സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് അന്ന് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. നാട്ടുകാർ മുഴുവൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടിയെത്തി. പക്ഷെ ഒരൊറ്റ സഖാക്കളും പോയില്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഒഴുകിയെത്തി. മാധ്യമങ്ങൾ സഖാക്കളുണ്ടോ എന്ന് വിളിച്ചു കൂവി നടന്നു. ഒറ്റ സഖാക്കളും ഉണ്ടായില്ല. PV അൻവർ വിചാരിച്ചു ഇതെനിക്ക് കിട്ടുന്ന പിന്തുണയാണ്. പിറ്റേ ദിവസം CPM അവിടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. നിറഞ്ഞു കവിഞ്ഞു. PV അൻവർ നടത്തിയ പരിപാടിയേക്കാൾ കൂടുതൽ സഖാക്കൾ ഒപ്പം മറ്റു പല ജനങ്ങൾ കൂടി വരുന്ന സാഹചര്യം കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ PV അൻവറിന്റെ ഒരു കാര്യം മനസ്സിലായി. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പെടും, 8 നിലയെ പെടും, പൊട്ടി തവിടുകൂടിയാവുമെന്ന് അൻവറിന് മനസ്സിലായി. പിന്നെ ആകെ മുഖം രക്ഷിക്കാനുള്ള ഒരേ ഒരു പരിപാടി മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരു വിധിയെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാധ്യമങ്ങളുടെ ലാളനയിൽ ഏതൊക്കെയോ വിളിച്ചു പറഞ്ഞു. സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെ പ്രതിരോധത്തിലാകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആകാൻ സാധ്യതയുള്ള രീതിയിലുള്ള പല പ്രതികരണങ്ങളും രേഖപ്പെടുത്തി. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു. അവസാനം എന്തൊക്കെയാണ് സംഭവിച്ചത്? LDF ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എത്രയോ പാർട്ടികളിൽ കയറി കൂടാൻ വേണ്ടി ശ്രമം നടത്തി. DMK-യിൽ പോയി. സ്റ്റാലിൻ അവിടെ നിന്ന് ഓടിച്ചു. UDF-ൽ കയറാൻ വേണ്ടി ശ്രമം നടത്തി. VD സതീശനൊക്കെ നിർത്തി അപമാനിച്ചു വിട്ടു. അതിനുശേഷം എവിടെയൊക്കെ പോയി. അവസാനം OLX-ലിട്ടപ്പോഴാണ് തോന്നുന്നു അവിടെ തൃണമൂൽ കോൺഗ്രസ് കുറഞ്ഞ വിലയ്ക്ക് PV അൻവറിനെ മേടിച്ചത് എന്ന് തോന്നിപ്പോവുകയാണ്. അങ്ങനെ പലയിടങ്ങളിലും ഇങ്ങനെ അലഞ്ഞു നടന്ന് അവസാനം തൃണമൂൽ കോൺഗ്രസിൽ കയറിപ്പറ്റി. ഇപ്പോ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ MLA സ്ഥാനവും രാജിവെച്ചിരിക്കുന്നു. ഇനി ഒരു കാലത്തും PV അൻവറിന് ഒരു MLA ആകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. അത് നന്നായി തന്നെ PV അൻവറിന് പറയാം. ഒരിക്കലും ഒരു MLA ആകാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന PV അൻവറിനെ അവിടുത്തെ സഖാക്കൾ MLA ആക്കി. അവസാനം PV അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി MLA ആയിട്ടിരിക്കാൻ കൊള്ളാത്തവനാണെന്ന് മനസ്സിലായപ്പോൾ സഖാക്കൾ തിരിഞ്ഞു. ജയിപ്പിച്ച അതേ സഖാക്കൾ തന്നെ പ്രതിഷേധത്തിലൂടെ ഈ പറയുന്ന PV അൻവറിനെ രാജിവെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് അൻവർ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ചിരിയാണ്. അൻവർ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ സ്വയം നിലനിൽപ്പിന് വേണ്ടി എന്തുമേതുമൊക്കെ വിളിച്ചു പറയുന്ന, നിലനിൽപ്പിന്റെ രാഷ്ട്രീയ കളി കളിക്കുന്ന വെറും മാർഗം കളിക്കാരനാണ് എന്നാണ് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒന്ന്. PV അൻവർ 2026 നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ VD സതീശനെയും സംഘത്തെയും UDF-നെയും ഒക്കെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൈബർ വിങ്ങായി മാറിയെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണത്തിൽ ആരാണ് വിശ്വസിക്കുക? എപ്പോഴും പല രീതിയിലുള്ള പല വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന PV അൻവറിനെയൊക്കെ ഒരിക്കലും കേരള സമൂഹം, കേരള ജനത ഉൾക്കൊള്ളുകയില്ല. PV അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി MLA ആയിരുന്ന സമയത്ത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ, അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മാപ്പിരക്കലുകൾ, മാപ്പ് പറച്ചിലുകൾ, ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അദ്ദേഹം എന്താണ്, PV അൻവർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം തുടക്ക സമയത്തൊക്കെ മാധ്യമങ്ങളെ മാപ്ര എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ന് മാധ്യമ പ്രവർത്തകരെ എന്നാണ് വിളിക്കൂ. പണ്ട് ഈ പറയുന്ന മാപ്രോളികളെ കാണാനേ പാടില്ലായിരുന്നു. ഇപ്പൊ മാപ്രകളെ കണ്ടില്ലെങ്കിൽ, മാധ്യമ പ്രവർത്തകരെ കണ്ടില്ലെങ്കിൽ അങ്ങ് ഒരു ഉശിരില്ല. അതുകൊണ്ട് ഇപ്പോൾ 3 നേരവും മാധ്യമങ്ങളെ കണ്ട് VD സതീശനും സംഘവും പറയുന്ന നുണകൾ ആവർത്തിച്ച് പിണറായിസം തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും കീലേരി അച്ചുവിന്റെ കളികൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.